കൊല്ലം വെളിനല്ലൂർ പഞ്ചായത്തിലെ മുളയറച്ചാലിൽ മാലിന്യ പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന അറവ് മാലിന്യങ്ങൾ നാട്ടുകാർ തടഞ്ഞു. പോലീസ് സംരക്ഷണത്തിൽ മാലിന്യം കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാരുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ നടന്നില്ല. മാലിന്യ കേന്ദ്രം അടച്ചുപൂട്ടുമെന്ന് ഉറപ്പ് കിട്ടിയ ശേഷമാണ് മാലിന്യ ലോറി മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത്. അത്രയും സഹികെട്ടപ്പോഴാണ് ജനങ്ങളുടെ പ്രതിഷേധ സ്വരം മാറിയത്. 3 വർഷം മുൻപാണ് മുളയറച്ചാലിൽ അറവ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പ്ലാന്റ് തുടങ്ങുന്നത്. പഞ്ചായത്തിന്റെ ലൈസൻസോടുകൂടിയായിരുന്നു പ്രവർത്തനം. മെല്ലെ ദുർഗന്ധം വീടുകളിലേക്ക് എത്തിത്തുടങ്ങി. കണ്ണൊക്കെ നീരൊന്നുമില്ല, പുകയും എല്ലാം കൂടെ വന്നിട്ടെ ശ്വാസം മുട്ട് നടക്കാനൊന്നും വയ്യ. കാലിന്റെ മുട്ടൊക്കെ വേദന എന്ന് പറയാൻ 5-6 വർഷം കൊണ്ട് നടക്കുമല്ലേ ഇത്. ഞങ്ങൾ നടന്ന് മടുത്ത്. ഇനി ഞങ്ങൾക്ക് നടക്കാൻ, ഇനി ഞങ്ങൾ നടക്കുന്നത് കല്ലും കൊണ്ടാ. ഏത് വണ്ടിയായാലും ശരി തന്നെ, ആരായാലും എറി കാണിഷം കിട്ടും. ഞങ്ങൾ അതേപോലെ നടക്കുക, ഞങ്ങൾക്ക് അത്രയ്ക്ക് വയ്യ. ഇതോടെ ജനകീയ സമരസമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് ലൈസൻസ് റദ്ദാക്കി. പക്ഷേ ഹൈക്കോടതി ഉത്തരവുമായി വന്ന് പ്ലാന്റ് വീണ്ടും പ്രവർത്തനം തുടങ്ങി. പ്ലാന്റ് അടിയന്തരമായി സ്റ്റോപ്പ് കൊടുത്ത് നിർത്തും എന്നാണ് കളക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സമരസമിതിക്കും ജനങ്ങൾക്കും നൽകിയിട്ടുള്ള ഉറപ്പ്. അതിനുശേഷമാണ് ഈ മാലിന്യം ഇവിടെ കിടന്ന് വലിയ ദുർഗന്ധം പ്രദേശത്ത് വ്യാപകമായിട്ടുണ്ടായി. ജനങ്ങൾ രാവിലെ മുതൽ പല ഘട്ടങ്ങളിലും പ്രക്ഷോഭവും സമരങ്ങളും മുദ്രാവാക്യങ്ങളുമായി പോലീസിന് നേരെ തിരിഞ്ഞു. പ്ലാന്റ് പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ഫലമുണ്ടായില്ല. ഇന്നലെ അർദ്ധരാത്രി വീണ്ടും അറവ് മാലിന്യവുമായി ലോറികൾ എത്തിയതോടെ സ്ത്രീകളടക്കമുള്ളവർ നേരിട്ടു. ഉച്ചയോടെ തഹസിൽദാറും RDOയും സ്ഥലത്തെത്തി. നാട്ടുകാരുമായി ചർച്ച നടത്തി. പ്ലാന്റ് താൽക്കാലികമായി പൂട്ടാൻ ഉത്തരവിട്ടു. ഇതോടെ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള അറവ് മാലിന്യങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചിരുന്നത്. ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ തൽക്കാലത്തേക്ക് മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടി. ഇനി വീണ്ടും കോടതി ഉത്തരവുമായി തുറക്കാനാണ് നീക്കമെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനാണ് നാട്ടുകാരുടെ ഒരുക്കം. കൊല്ലത്ത് നിന്നും അരുണസാറിനൊപ്പം അജീഷകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ.